നെൽകൃഷിയിൽ 100% വിജയം നേടി തൃശൂർ മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. കിടങ്ങൂർ പാടശേഖരത്തിലെ അരയേക്കർ വയലിലാണ് കുട്ടികൾ നെൽകൃഷി ചെയ്തത്. താഴ്ത്തി കൊയ്യടി താളത്തിൽ കൊയ്യടി ചുറു ചുറുക്കുള്ള ശൃംഗാരി, മുറുക്കി ചോപ്പിച്ച കിളുന്ന ചുണ്ടില് പാട്ടുയരട്ടെ ശൃംഗാരി. താഴ്ത്തി കൊയ്യടി താളത്തിൽ കൊയ്യടി ചുറു ചുറുക്കുള്ള ശൃംഗാരി, വിത്തെറിഞ്ഞ് ഞാറ് മുളപ്പിച്ചതും ചേറ്റിലിറങ്ങി ഞാറ് നട്ടതും കളപറിച്ചതും വളമിട്ട് പരിപാലിച്ചതും വിദ്യാർത്ഥികൾ തന്നെ. മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 50 വിദ്യാർത്ഥികൾ ചേർന്നാണ് നെൽകൃഷിയിൽ വിജയഗാഥ രചിച്ചത്. ഞങ്ങൾക്ക് കുട്ടികൾക്ക് ആർക്കും തന്നെ കൃഷിയെപ്പറ്റി ഒന്നും അറിയണ്ടായിരുന്നില്ല. ആകെ 1-2 കുട്ടികളുടെ വീട്ടിലെ പാരൻസ് കർഷകരായിക്കൊണ്ട് അപ്പോൾ അവർക്ക് അതിൻ്റെ ചെറിയതായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കൃഷിയെപ്പറ്റി പഠിക്കുക, അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുക, അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. മരത്തങ്കോട് സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു നെൽകൃഷി. പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ NV വിനീതയാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. അധ്യാപകരായ രേഷ്മ പടികക്ക് വളപ്പിലും ഡോക്ടർ TT അജിത്തും സഹായികളായി മുന്നോട്ട് വന്നപ്പോൾ നെൽകൃഷി യാഥാർത്ഥ്യമാവുകയായിരുന്നു. അതായത് ഇപ്പോൾ എല്ലാ വിഷം കലർന്ന ഭക്ഷണങ്ങളാണ് അധികം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് വിഷമില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കിക്കൂടെ എന്ന ഒരു ഉദ്ദേശത്തിലാണ് ജൈവ നെൽകൃഷി ഞങ്ങൾ ആരംഭിച്ചത്. അപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞപ്പോൾ അവർക്കെല്ലാം നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കൃഷി ആരംഭിച്ചു. എല്ലാം കുട്ടികളാണ് ചെയ്തത്. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റും പാടശേഖര സമിതി കൺവീനറുമായ വിജയൻ കൊട്ടാരപ്പാട്ടാണ് കൃഷി ചെയ്യാൻ ഭൂമി നൽകിയത്. കടങ്ങോട് പഞ്ചായത്തിലെ മികച്ച കർഷകനായ പ്രിയൻ എയ്യാലാണ് വിത്ത് നൽകിയതും ജൈവ കൃഷിയുടെ പാഠങ്ങൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകിയതും. കഴിഞ്ഞ ഒക്ടോബർ 5-നാണ് ഞാറുനടിയിൽ നടന്നത്. ആലത്തൂർ MP K രാധാകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത്. കൊയ്തെടുക്കുന്ന നെല്ല് അരിയാക്കി മരത്തങ്കോട് മഹിമ ജൈവ മട്ടേരി എന്ന പേരിൽ പ്രദേശത്ത് തന്നെ വിൽപ്പന നടത്തുവാനാണ് സ്കൂളിന്റെ തീരുമാനം. ഇതിനാവശ്യമായ തുണിസഞ്ചികളും വിദ്യാർത്ഥികൾ തന്നെയാണ് തയ്യാറാക്കുന്നത്. കൊയ്ത്തുത്സവം ആഘോഷമാക്കുമെന്നും അരിവിറ്റ് ലഭിക്കുന്ന പണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുമെന്നും പ്രിൻസിപ്പൽ V സ്മിത അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.